ഗൈസ്, ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്തിന്റെ പേരാണ് ടോയ്ഫെൽസ്ബർഗ്. ഇത് നമുക്ക് ബെർലിൻ്റെ അടുത്തുള്ള കാടാണ്. കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒരു 40 മിനിറ്റ് ട്രക്കിംഗ് ഉണ്ട്. കാട് നോക്കിയേ, ഇപ്പൊ നമ്മൾ കാടിൻ്റെ ഉള്ളിൽ എത്തി. ഇന്ന് നമുക്ക് കുറച്ചും കൂടി നടക്കാനുണ്ട്. കുറച്ചും കൂടി ഇപ്പോഴത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. ഈ ടോയ്ഫെൽസ്ബർഗ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഡബിൾസ് ഹില്ലാണ്. ഞാൻ ബാക്കിയുള്ള കഥ ഞാൻ അവിടെ ചെന്ന് പറയാം. ഓക്കെ, വാ. മച്ചന്മാരെ കിഡിലും വഴിയാണ്ടോ, വഴികൾ നോക്കി. ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ നടക്കണം അല്ലേ? ഇറ്റലിയിലുണ്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ. അതെ, ഇതുണ്ട്. ഇത് മൊത്തം ചുറ്റും കാടാണ്. മറ്റേ ശബരിമലക്ക് പോയ പ്രതീതിയാണിത്. അരവിന്ദ പ്രായം തെളിയിക്കണോ? അരവിന്ദിന് ഗെയിമോളൊന്നും എടുത്തില്ലേ? ഗൈസ്, ഇവിടെ ക്യാമ്പിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ക്യാമ്പാണ്. മച്ചന്മാർ അവർക്ക് കറക്റ്റ് പ്രോപ്പർ സ്റ്റിക്ക് ഒക്കെ ആയിട്ട് വന്നാക്കണം. ഇവിടെ നോക്കി, അരവിന്ദ് നോക്കി. ഇതാണ് ഞങ്ങൾ നമ്മുടെ സ്റ്റിക്ക്. ഇത് അവര് നല്ല കറക്റ്റ് സ്റ്റിക്ക് ഒക്കെ ഇട്ടതേ പോകുന്നുണ്ട്. കണ്ട ജയ്മോളെ, എന്താണ് നിന്റെ അഭിപ്രായം? അത് പുരാതനമായിട്ടുള്ള ഓർഗാനിക് സാധനങ്ങളാണോ? സർവൈവൽ സ്കിൽസ് ഇത്തിരി ഇന്ത്യൻസിന് കൂടുതലാണെന്ന് ഇവിടെ കേട്ടിട്ടുണ്ട്. ഇതൊരു എന്താ ആർട്ടിഫിഷ്യൽ ഹില്ലാണ് എന്നാണൊക്കെയാണ് പറയപ്പെടുന്നത്. ChatGPT പറഞ്ഞാണ്ട. പക്ഷെ ഈ സ്ഥലം നല്ല നൈസ് സ്ഥലമാണ്. ഇത് ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് ഞങ്ങൾക്ക് ഇത് സ്ഥലത്തേക്ക് പോകാനുള്ള ചേതവുകയുണ്ടായത്. അരവിന്ദാണ് സ്ഥലം കണ്ടുപിടിച്ചത്. ഇത് സക്സസ് ആയില്ലെങ്കിൽ അരവിന്ദിനാണ് തെറി. അതെ, ഇവിടെ ഇപ്പൊ ഇത്തിരി ആൾ താമസമൊക്കെ ഉള്ളത് തോന്നുന്നുണ്ട്. ഇത്ര നേരം ഫുള്ള് കാടുകളായിരുന്നു. ഇന്നലെ സൂക്ഷിച്ചു വെച്ച ഓറഞ്ച്, അതാണ് ഇനി നമ്മുടെ ഇന്നത്തെ ആഹാരം. ആകെയുള്ള ആഹാരം. വേം പൊളിക്ക്. പോണേക്കൊരു വടി പൊക്കി. ഈ വടി ആവശ്യം വരും. അമ്മേ ഇപ്പളെ നടന്നിട്ടൊക്കെ ക്ഷീണിച്ച്. അതെ, പ്രത്യേകിച്ച് ചെയ്യുമ്പോള് ഓറഞ്ചായ കുത്തി കയറ്റാൻ തുടങ്ങി. ഇനി ഓറഞ്ചിലാണ്ട് ഒരടി മുന്നോട്ട് പോകാൻ പറ്റില്ല ചെയ്യുമ്പോൾ പറയണം. ഗൈസ്, ഈ കാടിനുള്ളിൽ കൂടി നടന്നമ്മ ഒരു റോഡ് ക്രോസ് ചെയ്യാൻ പണിയാണ്. ഇനി ഈ റോഡ് ക്രോസ് ചെയ്ത് ഇതിന്റെ ഉള്ളിൽ കൂടി പോകണമെന്നാണ് കാണിക്കണം. ഗൂഗിൾ മാപ്പ് വെച്ച് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഇല്ല കേട്ടോ. ഇത് കൂടി അടുത്ത കാട്ടിലോട്ട് കയറി. ഇമ്മല്ലേ, എന്താണ് എനിക്ക് പറയാനുള്ളത്? ഇനിയാണ് കയറ്റം. ഇനി ചാവും. ഇനി വടി വേണ്ടി വരും കേട്ടാ. ഇത്ര നേരം വടി വേണ്ടെന്നാണ് പുച്ഛിച്ച ആൾക്കാരൊക്കെ ഇനി വടി കുത്തി കിടക്കുന്നു. നോക്കിക്കോ ഈ കയറ്റം. വടി കളഞ്ഞു. ഇപ്പൊ നിലവിൽ നമ്മ 3 കിലോമീറ്ററോളം നടന്നതാണ് എനിക്ക് തോന്നണം. ഇനി കയറ്റം കയറി എപ്പോ എത്തുന്നത് എഴുത്തറിയാം. ഇമ്മല്ലേ, ശങ്കരാമണി ഉണ്ടാ ഹൊയ്യാ ഹൊയ്. ഈ കാറ്റിൽ കൂടെ നടക്കണോണ്ടേ നല്ല തണുപ്പ്. ഒരു നാട്ടിൽ പോയ അനുഭൂതി. വേണ്ട, ഫുള്ള് കാട്, വീണ്ടും കാട് ഗൈസ്. കാട് ഇമ്മല്ലേ നിക്കണോക്കെ. തൂണോ ചാരു ചൊല്ലുണ്ട്. നടക്കടാ. നീ ഞങ്ങളെ 30 ദിവസം പറഞ്ഞ കളിയാക്കണല്ലേ? എന്താ മൂഞ്ചിയാ നീ? ഇപ്പൊ 40 ദിവസത്തിന്റെ പ്രശ്നമുള്ള നിനക്ക്. നടക്കടാ, നീ നടക്കടാ. ഓ നടക്ക്. ജയ്മോളെ ആരാണ് റെസ്റ്റ് എടുത്ത്? അവൻ റെസ്റ്റ് എടുത്തില്ല. വെള്ളം കുടിക്കണം. ഗ്ലൂക്കോസ് പൊടിയാണോ? എന്നാലേ കുറച്ച് ചീമൊക്കെ ഒന്ന് കലക്കി തട്ടെ. ഇവിടെ നിന്നൊരു സങ്കരീനം സസ്യത്തെ കണ്ടുപിടിക്കണം ഗൈസ്. അതാണ് എന്റെ പ്ലാൻ. അരവിന്ദ് അതിന് വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യോ? എന്താണ് വേറെ സങ്കരീനം എന്താ ബാക്കിൽ വന്നി? റോബോട്ട് ഉണ്ടാക്കിയാണ്. ജയ്മോള് റോബോട്ടിന് ഷോക്ക് അടിച്ചിട്ടുണ്ടായാണ്. ഗൈസ് ഇതാണ്ടോ പെണ്ണുങ്ങളുടെ പാൻറ്റാണ് അടിക്കുന്നുണ്ട്. ഓ, അടുത്ത കയറ്റത്തോട് കയറ്റം മാത്രമേ ഉള്ളൂ. വെച്ച് പൊളിക്കുന്നു ഞാൻ. ഗൂഗിൾ അമ്മച്ചി എന്താ പറയണ? അവിടെ പക്ഷെ മരം അടിച്ചിട്ടാക്കാണ്. അപ്പൊ ഈ വഴി കൊണ്ടുവരും. കേറ്. ഈ റോഡ് ഭയാനകമാണ്. ഇതാണ്ട തീറ്റിപ്പോവും. ഇതിൽ കൂടി നടക്കണത് ദുഷ്കരമാണ്. ഇത് ഷോർട്ട് കട്ടാണ്. ഇത് കണ്ടാ, ഇതിപ്പോ നമ്മൾ മണ്ണിൽ കൂടിയാണ് നടന്നു വന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ കൂടി ഇങ്ങനെ ടാർട്ട വഴിയുണ്ട്. അവിടെ മരം വീണോണ്ട് നമ്മൾ ഈ ഷോർട്ട് കട്ട് എടുത്താണ്. പക്ഷേ അവിടെ നിന്ന് കറങ്ങി ഇങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയിട്ട് ഇവിടെ നിന്ന് കറങ്ങി അങ്ങനെ പകരം നമ്മൾ ഇവിടെ പിന്നെ ഷോർട്ട് കട്ട്. അതാണ് നമ്മുടെ പരിപാടി. നമ്മൾ പറഞ്ഞ പോലെ സങ്കരീനം സസ്യം. വേറെ സസ്യം. സങ്കരീന സസ്യം ഇവിടെ. സങ്കരീന സസ്യം കണ്ടുപിടിച്ചാ നീ എവിടെയാണ് ബയോളജി പഠിച്ചത്? നമ്മ പിന്നെ മൂജിന്ന് കൊണ്ടതേ. ഇതിൽ കൂടി വഴിയുണ്ടോ റോഡ്. നമ്മ വെറുതെ കാട്ടിക്കൂടി വന്നു അല്ലേ? പിന്നല്ലാണ്ട് ഒരു പൊട്ട സൈക്കിളോട് ചവിട്ടി തിരിച്ചോ.
അടുത്ത ഭ്രാന്തൻ. എന്ത് ചെയ്യാനാണ്? ഇതേണ്ട നമ്മ ഈ വലിയ ഭയാനകമായ കാട്ടിക്കുറ്റിയാണ് ഇവിടം വരെ എത്തിയത്. ഇത് മൊത്തം കാടാണ്. പക്ഷെ ഇവിടെ റോഡുണ്ട്. എവിടെയാണ് അതിന്റെ മുകളിൽ കയറണോ? എന്തൊക്കെയാ അതിൻ്റെത്തുള്ളത്? ഇതിന്റെ ഡോമിന്റെ മുകളിൽ കയറണം. 360 വ്യൂ അവിടുന്ന് കാണാം. അതെ, ടിക്കറ്റ് 12 യൂറോയ്ക്ക് എടുത്താൽ വൃത്തിയാണ്. ഫുൾ 12 യൂറോ ഒരാൾക്കാ? അയ്യോ, ഇത് നേരത്തെ പറഞ്ഞില്ല ഗൂഗിൾ അമ്മച്ചി. 12 യൂറോ പോയേ ഗൈസ്. ടിക്കറ്റ് ഉണ്ടോ? 12 യൂറോ ഒരു ടിക്കറ്റിന്. ഗൈസ് ഇത് കണ്ടോ, ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. 5 റേറ്റ്. ഫാമിലിക്ക് വേറെ, കിഡിന് വേറെ, അങ്ങനെയൊക്കെ ഉണ്ട്. ടോട്ടൽ എത്രയായിരുന്നു ഇതിന്റെ? 71 യൂറോ. ഇതെന്താ സംഭവം മനസ്സിലാവല്ലോ കേട്ടോ. മുകളിലൂടെ കയറുമ്പോൾ അറിയാൻ പറ്റും എന്താ സംഭവം. 12 യൂറോ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടമ്മ. എന്താ വെർത്താണോന്ന് ഞാൻ എന്ന് പറയും. കാണിച്ചു തരാം. ഈ അമ്മാമച്ചി ഇത് സൂപ്പറാണ്ടാ. നോക്കിയേ, പല പല വികാരമുള്ള അമ്മാമ്മമാർ. ഇവിടെ നമുക്ക് ഫയർ ഡാൻസ് നടത്തുന്ന പെൺകുട്ടിയെ കാണാം. എങ്ങനെയുണ്ട്? വാ, റോബർട്ടിന് നല്ലൊരു കോമഡി പറഞ്ഞു. മച്ചമാരെ, ഇതാണ് ഞാൻ പറഞ്ഞത് ഇൻസ്റ്റയിൽ കാണിച്ചിരുന്ന സാധനം. ഇതിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ, ടോപ്പ് വ്യൂ കിട്ടില്ലാണ്. നമുക്ക് മുകളിൽ പോയി നോക്കാം. ഇതേ ഒരു ഓന്തിരിക്കണോ? അതിന്റെ ഇപ്പുറത്തൊരു ഓന്താ. ഇത് ഓന്തല്ല, ഇത് ഓന്തല്ല, മറ്റേ സാധനം പല്ലിയല്ല, വേറെ അതിന്റെ പേരുണ്ട്. ആ അത് തന്നെ. ഇതിന്റെ മുകളിൽ കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ. ഫുഡ് കോർട്ട് ഉണ്ട്. ഇവിടെ അത്യാവശ്യം ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു സ്റ്റാള്, ഇതിൻ്റെ അപ്പുറത്ത് ഇതെല്ലാം ഫുൾ കണ്ടെയ്നർ വെച്ച് ഉണ്ടാക്കിയ സെറ്റപ്പാണ്. നൈസ്. കറി ബൂസ്റ്റൊക്കെ കിട്ടൂടാ. പൈസ ഇത്തിരി കൂടുതലാണോ കേട്ടോ. കറി ബൂസ്റ്റിന് 8 യൂറോ ഒക്കെയാണ്. എൻ്റെ പൊന്നുളിയാ. ഇവിടെ കയറുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്തേക്ക് കണ്ടാ നൈസ് സെറ്റപ്പ്. പുറത്ത് കാണുന്ന വ്യൂ അല്ല, അകത്ത്. ഇതെന്താ സംഭവം? വല്ലം പിടികിട്ടിയാ? ആ, നീ ഉണ്ടോ പറയും പൊടപെട്ട. വേട്ടയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. ഏത്? നീ കണ്ടുപിടിച്ച് സ്റ്റക്കായി പോയാ? അതമ്പി ഒന്നും മനസ്സിലാക്കില്ല. ഇത്രയും ജർമ്മൻ എനിക്ക് അറിഞ്ഞൂടാ. ഇതിനകത്ത് ഫുൾ ഹിസ്റ്ററിയാണ്. വേൾഡ് വാർ കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത്, അതിന് മുമ്പ് എന്തായിരുന്നു നോക്കുള്ള സംഭവമാണ്. വിന്റർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിരുന്ന സ്ഥലമാണത്. പഴയ ജർമ്മനിയുടെ ലുക്ക് ഉണ്ടോ? ഇത് സീമൻസ്. ഇതിന്റെ പഴയ ലുക്ക് ഉണ്ടോ? ഇപ്പോഴത്തെ ലുക്ക് ഞാനിപ്പോ സൈഡിൽ ഫോട്ടോ വെക്കാം. ഏതാണ് സ്ഥലം? സൂവിന്റെ അടുത്ത്. പഴയ സൂവിന്റെ ഇത് കാണുന്നില്ല. ഇതേ ഇവിടെ നിന്ന് നോക്കുമ്പോ ഇതിപ്പോ സൂവിന്റെ അടുത്താണെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ ഈ സാധനം ഉണ്ട്. അമ്മ ഇവിടെ വന്നാക്കണം ഇപ്പൊ. ഇത് കണ്ടോ? ആ, അതേ കുൻഫുസ്രാമാണ്. ശരിയാണ്. ഇവിടം വരെയാണ് നമുക്ക് മറ്റേ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞു വെച്ചു. ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഗൈസ് പുറത്തേക്ക് ഇറങ്ങുന്നു. ആഹാ, അവിടെ ഇത് ചെയ്യണമെങ്കിൽ ഫക്ക് യുവർ ബോർഡേഴ്സ്. നമ്മ നേരത്തെ കണ്ട സാധനം കാണണമെങ്കിൽ ഇതിന്റെ മുകളിൽ കയറണം. വാ, നമ്മ ഇതിൽ കൂടെ ഇതിന്റെ മുകളിലോട്ട് കയറാൻ പോണേന് ഗൈസ്. ഇതിന്റെ ഇടയിൽ കണ്ട ഭിത്തിയുടെ ഇടയിൽ മറ്റേ തണുപ്പ് ഉള്ളിൽ കയറാണ്ടിരിക്കാനുള്ള സംഭവമാണ് പഞ്ഞിരിക്കണത്. ആ പഞ്ഞിയാണ് കണ്ട. ആ, ഇതിന്റെ മുകളിൽ നിന്ന് ഒരു സാധനമെല്ലാം കാണാം കേട്ടോ. അതെ, അലക്സാണ്ടർ പ്ലാസിന്റെ TV ടവർ. ഒരു ലെയറും കൂടി, ഒരു സ്റ്റെപ്പും കൂടി കയറാണ്ട് മുകളിലേക്ക്. അപ്പൊ നമുക്ക് ബാക്കി കൂടി കാണാൻ പറ്റിയിരിക്കും. അതെ, ഇതാണ് ഇവിടുത്തെ ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂയിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണുന്നതിന്റെ ഒപ്പം തന്നെ നിങ്ങളും കാണണം. അതാണ് എന്റെ ആഗ്രഹം. കമോൺ ഗൈസ്, കാണൂ കാണൂ. ഇതാണ് പ്രകൃതി രമണീയ സ്ഥലം. ഇതാണ്ടാ, ഇത് കാണാൻ വേണ്ടി നമ്മ വന്നത്. കണ്ട സംഭവം എങ്ങനെയുണ്ട്? ഈ ഒരു കോലത്തിലാണ് ഇപ്പൊ ഇത് സാധനം. നമ്മ അവിടെ നിന്ന് താഴ്ന്ന് കണ്ട ഒരു ടോപ്പില്ലേ, അത് ഇതാണ്. കണ്ടാ, എന്തോരം ആൾക്കാർ ഇവിടെ നോക്കി. നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്. സൗണ്ടിന് എന്തോരം ക്ലിയർ ആവുന്ന ഒരു ഐഡിയ ഇല്ല. ഒരു സാധനം ഉണ്ടോ? എവിടെ ആൾക്കാരെ കളിക്കുന്നുണ്ട്. അതെ, എവിടെ കളിക്കുന്നുണ്ട്? സ്റ്റീഗ്ലിസ് എവിടെ? ആ, അതെ, സ്റ്റീഗ്ലിസ്. അത് സ്റ്റീഗ്ലിസ് ആണ് നമ്മുടെ സ്ഥലം. ഇവിടുന്ന് മൊത്തം കാണാട്ടോ ബെർലിൻ. 360 വ്യൂ എന്ന് പറഞ്ഞത് സത്യമാണ്. ഇതേ മൊത്തം കാണാം. പുള്ളി സ്ഥലം. കാറ്റെന്ന് പറഞ്ഞ രക്ഷയില്ലടാ. ഫോൺ വരെ കൈ പിടിക്കാൻ പറ്റാത്ത അത്ര കാറ്റാണ്. അത്ര ടോപ്പിലാണ് നമ്മൾ നിൽക്കണത്. അതാണ് അതിന്റെ അർത്ഥം. ഓഫ്, എന്റെ പൊന്നോ, ലുക്കാണ് സാധനത്തിനൊക്കെ. നല്ല ഭംഗിയില്ല സാധനം കാണാൻ. 12 യൂറോ കൊടുത്തെങ്കിലും വെറുത്താണ്. ഇതുണ്ടോ? ഇതിന്റെ മുകളിലേക്ക് ഇനിയുണ്ട്. പക്ഷെ അതിന്റെ മുകളിൽ നമുക്ക് കയറാൻ പറ്റില്ലെന്നാണ്. ഇതിനുള്ളിൽ കൂടി കയറാൻ പറ്റുമോ? ഒന്ന് ചോദിച്ചു നോക്കി, അതിനുള്ളിൽ നിന്ന് കയറാൻ പറ്റുമോ? ദേ, ഇത് കണ്ടാ, ഇവിടെ ഒരു ബോളുണ്ട്, ഇപ്പുറത്തൊരു ബോളുണ്ട്, ഇതിന്റെ നടുക്ക് വേറൊരു ബോളുണ്ട്. അതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ആരെങ്കിലും അവിടെ കാണാൻ ചോദിക്കാൻ പോയിട്ടുള്ളത് അതിന്റെ മുകളിലേക്ക് പോകാൻ പറ്റുമെന്ന്. അങ്ങനെ നമ്മൾ തൊട്ട് ടോപ്പിൽ പോകുന്നതാണ്. പക്ഷെ ഇനിയും ടോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ കാറ്റ് ഭയങ്കര ഒഴിക്കുള്ളൂ. മച്ചന്മാരത് എവിടെ കണ്ട നമ്മൾ വന്നപ്പോൾ കണ്ട റെസ്റ്റോറൻ്റ് അല്ലേ, അതാണത്. ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ഇതിനകത്തേക്ക് കയറിയത്. ഇത് വേറൊരു സൈഡിലുള്ള വ്യൂ ആണ്. സംഭവം ശരിക്കും 360 വ്യൂ കാണാൻ പറ്റിയ സ്ഥലമുണ്ടോ? ഇത് കണ്ടോ, പൊളിച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതെന്ത് മെറ്റീരിയലാണ്? ജസ്റ്റ് നല്ല ഫ്ലെക്സിന്റെ ഒക്കെ ഷീറ്റാണ്, നല്ല കട്ടിയുള്ള ഷീറ്റ്.
പക്ഷെ ഇത് ഇത്ര ടോപ്പിൽ ഇത്ര കാറ്റൊക്കെ പിടിച്ചിട്ട് സാധനം നിൽക്കണം. ഇതൊക്കെ പൊളിഞ്ഞു പോകേണ്ട കേട്ടോ. ഇതൊക്കെ പൊളിഞ്ഞു പോയി. ഇതെങ്ങനെ പിടിച്ചു അറിയില്ല. ഇത് ചിലപ്പോൾ ആരെങ്കിലും കീറി വെക്കണമെന്നാക്കി തോന്നുന്നു. ഹായ്, അടിപൊളി. നല്ല എക്കോ. ആഹാ, നല്ല കാറ്റ്, നല്ല എക്കോ. ആഹാ, കൊടുക്കുന്ന ഫീല്. പൊളി സ്ഥലം. നൈസ് ആണ്ടാ. 12 പേർ കൊടുത്തെങ്കിലും അത് വെറുത്തായി. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അടിപൊളി സ്ഥലമല്ലേ? നല്ല ഡ്രോയിങ്സ് അതെ. പുതിയതായിട്ട് വരച്ചാണ്. ഏതാ? ആ, കിട്ടുന്ന ഡ്രോയിങ്സ് ആണ് മൊത്തം. ശരിയാണ്. പിന്നെ മൊത്തം 360 വ്യൂ കാണും ഇവിടുന്നാല്. ഇമ്മാനുവൽ പറയുന്ന അതാണ് നമ്മുടെ വീടെന്നാ പറയുന്നത്. ആ പണി നടക്കുന്ന നമ്മുടെ വീടിന്റെ എന്തായാലും അത് നമ്മുടെ വീടാണ് ആ കാണുന്നതാണ് ഇമ്മാനുവൽ പറയുന്നത്. ഏത് ആ മരത്തിന്റെ ബാക്കിലാണ് എന്നോട് അല്ലടോ പറ. സത്യമാണോ? അതെന്ത് അറിയാം, ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ആ ബിൽഡിംഗ് അവിടെ ചെന്നിട്ട് കണ്ടില്ലെങ്കിൽ ജയ്മോട് കിട്ടുന്ന ഫോട്ടോഗ്രാഫി താഴ്ത്തത് മുകളിലോട്ടൊക്കെ പുഴയാണ് കാണുന്നത്. ആ പുഴയിലേക്ക് കറക്റ്റ് സൂര്യപ്രകാശം അടിക്കുന്നതിന്റെ ഒരു സംഭവം നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ നേരിട്ട് കാണാൻ പറ്റേണ്ടതാ. മറ്റേ ഫോട്ടോസ് കണ്ട പറഞ്ഞാൽ കിട്ടില്ലേണ്ടതുണ്ടോ ഈ പെണ്ണ്? ഇത് അതിന്റെ ആ ഫോട്ടോക്ക് കഴിച്ചല്ലേ? പിന്നെ ഇവിടെ നോക്കി ഗുസ്തിക്കാരി. ഇത് മാത്രമല്ല, ഇതിന്റെ അകത്ത് കുറെ ഫോട്ടോ സെക്ഷൻ ഉണ്ട്. അകത്ത് ഇങ്ങനെ കുറെ ഈ ഓരോ ബിൽഡിംഗ് ആണല്ലോ, 3 നിലയാണത്. ആ 3 നിലയിലും ഇവന്മാർ ഇതുപോലെ ഓരോ ഫോട്ടോ കുറച്ച് വെച്ചാണ്. കുറെ അർത്ഥങ്ങളുള്ള ഫോട്ടോസാണ്. അത് കാണുന്നവന്മാർക്ക് അറിയാൻ പറ്റും അതിന്റെ അർത്ഥം. എനിക്കൊരു മണ്ണങ്കട മനസ്സിലായില്ല. മച്ചാമാരെ അവിടെ നമ്മൾ ഇറങ്ങി. നല്ല തണുപ്പായിരുന്നു. ചെകിട്ടിച്ചുപോയി തലേക്ക. ഇപ്പോഴും തണുപ്പ്. അതെ, ഇപ്പോഴും തണുപ്പുണ്ട്. ഇനി കൂടുതൽ തണുപ്പത്തന്നെ കമ്പ് വീടത്തിട്ട് എല്ലാവരും നിക്കറൊക്കെ ഉണ്ടാക്കണം. ഓക്കെ ഗൈസ്, സോ ഇതാണ് നമ്മുടെ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നത്. ചൂസ്.